എന്നാൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? ഏത് ഹിന്ദുക്കളാവുന്ന ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ത്യ പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞല്ലേ? ഈ ജഡ്ജി ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. 2021 സെപ്റ്റംബറിൽ പശുവിനെ കശാപ്പ് ചെയ്ത പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഇതേ ജഡ്ജി പറഞ്ഞത് ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന ഒരേ ഒരു ജീവി പശുവാണെന്നാണ്. ശാസ്ത്രബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ പരാമർശം അതേ വഴിയിൽ സഞ്ചരിച്ച് കൂടുതൽ അപകടകരമായ ഒരു തലത്തിലെത്തിയതാണ് ഈ ഭൂരിപക്ഷ പരാമർശം. ഈ പരാമർശം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലീഗൽ സെൽ നടത്തിയ പരിപാടിയുടെ പ്രഭാഷണമല്ലേ? അതൊരാളുടെ വ്യക്തിപരമായ അഭിപ്രായമായി കണ്ടൂടെ? ഈ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു ചോദ്യമാണ്. അത്തരത്തിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും തുല്യനീതി നടപ്പിലാക്കാൻ കഴിയുക എന്നൊരു ചോദ്യം. ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഒരു ഭൂരിപക്ഷവാദിയോ ഫാസിസ്റ്റോ വർഗീയവാദിയോ ഒന്നുമല്ല, ഒരു ജഡ്ജിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുസ്ഥാനാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കാൻ മടിയൊന്നുമില്ല. ഭൂരിപക്ഷമായ ഹിന്ദുക്കളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇന്ത്യ പ്രവർത്തിക്കേണ്ടത്. അതിപ്പോൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് നിയമം. ഭൂരിപക്ഷത്തിന്റെ താല്പര്യവും ക്ഷേമവും സന്തോഷവുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ലയെ പ്രതിഷ്ഠിക്കാൻ പൂർവികരായ പലരും പല ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രഭാഷണത്തിൽ പറയുന്നത്. ഇതൊരു ഭൂരിപക്ഷവാദം തന്നെയാണ്. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഇത് ന്യൂനപക്ഷത്തെ ഒരുപടി താഴ്ത്തുകയും ഭൂരിപക്ഷത്തിന് വിധേയരായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന് തുല്യമാണ്. അതായത് ഹിന്ദുക്കളല്ലാത്തവരെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ഒരവസ്ഥ. ഇപ്പം ആൾക്കൂട്ട ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയൊക്കെ ന്യായീകരിക്കുന്നവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ജഡ്ജിയുടെ പരാമർശം. ഭൂരിപക്ഷത്തിന്റെ അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഇദ്ദേഹത്തിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന് ന്യൂനപക്ഷം ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ജഡ്ജിമാർ ഭരണകൂടത്തിന് അനുകൂലമായി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതും വിരമിച്ചതിന് ശേഷം സർക്കാരിന്റെ ആനുകൂല്യത്തിൽ പാർലമെന്റിൽ എത്തുന്നതും മറ്റ് സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുന്നതും ഒക്കെ ഇപ്പോൾ സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞല്ലോ. അതെ, എന്തായാലും കോടതികളുടെ വിശ്വാസ്യത പല വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് രാജ്യത്തിന് ഗുണകരമല്ല. പിന്നെ ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ സുപ്രീം കോടതി പരിശോധന തുടങ്ങി എന്നത് ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്.